ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ പട്ടികളല്ല കടിച്ചത്, ഒരു ലോഡ് പട്ടികളെ കൊണ്ടിറക്കിയെന്ന്. ഇതാണ് ഇവിടത്തെ നായകടി പരമ്പര ഉണ്ടാക്കിയത് ആരാന്നറിയാമോ? പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇവർ മര്യാദയ്ക്ക് വന്ധ്യീകരണം ചെയ്തിട്ടില്ല. ഇവിടുത്തെ എത്ര ABC സെൻറ്ററുകൾ ഉണ്ടെന്നുള്ളത് കോടതിയിൽ അവർ അമിക്കസ് ക്യൂറി പറഞ്ഞ കാര്യം അറിയാലോ. പരാജയം, തീരെ പരാജയമാണ്. ഇനാക്റ്റീവാണ് ഇവർ, ഒന്നും ചെയ്യില്ല. ഈ പിറവം മുനിസിപ്പാലിറ്റിയിലേക്ക്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് ഞാൻ വിവരാവകാശം വെച്ചു. നിങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വന്ധ്യീകരണ യൂണിറ്റ് ഉണ്ടോ? ഇല്ല. നിങ്ങൾ വാക്സിൻ ചെയ്യണ്ടോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ നായ്ക്കൾ പെരുകാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്നറിയുമോ? ലക്ഷങ്ങൾ നായ്ക്കളെ പെരുപ്പിക്കുന്ന ഹൈബ്രിഡ് നായക്കച്ചവടം അനുവദിക്കുന്നത് ഈ സർക്കാരാണ്. ഇതിനെ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തെരുവി തള്ളും. കുറച്ച് എനിക്ക് എൻ്റെ വാടക വീടാണ്, അല്ലെങ്കിൽ എനിക്ക് ഗൾഫിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് തെരുവി തള്ളും. ഇതിനൊരു ഉദാഹരണമാണ് ഒരു കുട്ടി, അഭിരാമി എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ച ഒരു കാര്യമുണ്ടല്ലോ. ഈ കുട്ടിയെ ഒന്ന് പറയട്ടെ, ഈ കുട്ടിയെ കടിച്ചതാരാന്നറിയുമോ? ജർമ്മൻ ഷെപ്പേഡാണ്. ഈ ജർമ്മൻ ഷെപ്പേഡ് എങ്ങനെ തെരുവിൽ വന്നു? ഒന്നത് ഇപ്പം ഞങ്ങളുടെ അടുത്താണ്, എൻ്റെ പറവൂരാണ് ഈ കുട്ടിയുടെ ചെവി കടിച്ചു എന്ന് പറഞ്ഞ സംഭവം. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെയും പ്രസിഡന്റിനെ അപ്പം തന്നെ വിളിച്ചു, ഇതെന്താണ് സംഭവം എന്ന്. അപ്പം പറഞ്ഞെന്താണെന്നറിയാമോ? എവിടെന്നോ വന്ന വളർത്തുനായ അതാണ് കടിച്ചത്. എന്നിട്ട് ഈ വന്ധീകരിച്ച പട്ടി കടിക്കോ? ഒരു പെൺപട്ടി 3 പ്രാവശ്യം പ്രസവിക്കുന്നു. ഓരോ പ്രസവത്തിലും 10-15 പട്ടികളെ പ്രസവിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെയുള്ള എല്ലാ തെരുവിലും നോക്കിയാൽ എല്ലാ മാർക്കറ്റിലും പ്രസവിച്ചെടുക്കാണ്. പട്ടികൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.